നമസ്കാരം, അമൃത. ഇടിയൻ ചന്തു ഒട്ടും പ്രതീക്ഷയില്ലാതിരുന്ന ഒരു സിനിമയാണ്. തിയേറ്റർ നല്ല ക്ലാസ് തിയേറ്റർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലേ, നല്ല വെൽ ഫർണിഷ്ഡ്. ഇതുവരെ പോയാൽ ഏറ്റവും ബെസ്റ്റ് അല്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഐ മീൻ ലോക്കൽ ഏരിയയിൽ പോയി കണ്ടതിൽ ബെസ്റ്റ് തിയേറ്റർ. അങ്ങനെ ഞങ്ങൾ പൂവാറ് മൃദംഗ എന്ന് പറയുന്ന തിയേറ്ററിൽ നിന്നാണ് ഈ സിനിമ കണ്ടത്. സിനിമ ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ലെവലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഫുക്രു ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് തലവെക്കാമെന്ന് വെച്ച് ചെന്നതാണ്, പക്ഷെ സിനിമ ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. എന്നുവെച്ചാൽ ഭയങ്കര സംഭവമൊന്നുമല്ല, ഒരു കുഞ്ഞു സിനിമയാണ്. എങ്കിലും ഈ കുഞ്ഞു സിനിമയാണെങ്കിൽ പോലും അതിനകത്തൊരു പ്രോപ്പർ കണ്ടന്റ് ഉണ്ട്, ഒരു കൊച്ചു സ്റ്റോറി നറേഷൻ ഉണ്ട്. അതായത് ഈ ഇടിയൻ ചന്തു എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ ആ ഒരു കഥാപാത്രത്തിനെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട് തുടക്കം മുതൽ. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കരമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രം എന്തുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന കുറച്ച് ട്രോമ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് സിനിമ അങ്ങനെ കടന്നു പോകുന്നത്. വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഫുക്രു നന്നായിട്ടുണ്ട് ഇതിനകത്ത്. കൗണ്ടറൊക്കെ അടിച്ച് നിൽക്കുന്ന ഒരു കോമഡി ക്യാരക്ടറാണ്, എങ്കിലും വളരെ യുണീക്കായിട്ട് പുള്ളി ആ ഒരു കഥാപാത്രത്തിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ലെന, പിന്നെ ലാലു അലക്സ്, പിന്നെ വിഷ്ണുവിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. വിഷ്ണുവിൻ്റെ ഏജ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വിഷ്ണു ആ ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് ക്ലീൻ ഷേവൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കുട്ടിയായിട്ട് തോന്നും അല്ലേ. ഇതിനകത്ത് എനിക്ക് അതാണ് സിനിമയുടെ ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. അവരൊക്കെ വെറുതെ ഇങ്ങനെ ഒരുപാട് ആളുകളെ നിറയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതല്ല, അവർക്കൊക്കെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതെല്ലാവരും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുമുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് ലോലിപോപ്പ് പ്രേമമൊക്കെ ഉണ്ട്, അത് ഓക്കെ. പിന്നെ കഥയ്ക്ക് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് അതിന്ന് സംഭവിക്കേണ്ട കുറെ സംഭവ വികാസങ്ങളും കൂടെ വന്നാൽ മാത്രമേ ആ സ്റ്റോറി ലൈനിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. പക്ഷെ അവിടെയൊക്കെ കുറച്ച് അപാകതകൾ ഫീൽ ചെയ്തത് ഒഴിച്ചു മാറ്റി കഴിഞ്ഞാൽ, അതായത് ആ ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ച കുട്ടി ഒത്തിരി ഓവർ പെർഫോം ചെയ്ത കണക്കൊക്കെ തോന്നി. പക്ഷെ എങ്കിലും അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സൂപ്പർ മൂവി. അതായത് സിനിമ തുടങ്ങിയ അവസാനം വരെ ഞാൻ ഒരു ഇമ്മേഴ്സീവ് ഫീൽ എന്ന് പറയത്തില്ല, നമ്മൾ സിനിമ എങ്ങനെയെങ്കിലും കണ്ടു തീർക്കുകയല്ല, നമ്മൾ സിനിമ തുടങ്ങി അവസാനിക്കുന്ന വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഭയങ്കര എൻഗേജിങ് ആണ് തുടക്കം മുതൽ അല്ലേ. വളരെ ഫാസ്റ്റായിട്ട് അങ്ങനെ കഥയിലോട്ട് പെട്ടെന്ന് പോകുന്നുണ്ട്. ഒട്ടും ലാഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ സിനിമയ്ക്കകത്തില്ല. പിന്നെ ഫൈറ്റ്, ഒരു ലോ ബഡ്ജറ്റ് ഒരു കുഞ്ഞു സിനിമയാണെങ്കിൽ പോലും ഇതിനകത്ത് സ്റ്റൺസ് കൈകാര്യം ചെയ്തിരിക്കുന്ന, കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പീറ്റർ ഹെയ്നാണ്. പീറ്റർ ഹെയ്ൻ്റേതായിട്ടുള്ളൊരു ഭയങ്കര സംഭവമൊന്നുമില്ല, കാരണം ഇത് നാടൻ തല്ലാണ്, സ്കൂളിൽ നടക്കുന്ന കൂട്ടത്തല്ലൊക്കെയാണ് സംഭവം. അപ്പോൾ ആ കൂട്ടത്തല്ലിൽ ഒരുപാട് ഭയങ്കര എക്സ്ട്രീം ആക്ഷനൊക്കെ കാണിക്കേണ്ട സംഭവം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ആ ഒരു ക്രൗഡും അതെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം ആക്ഷൻ സീക്വൻസ്, ആ പീറ്റർ ഹെയ്ൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് സിനിമ തുടക്കത്തിൽ തന്നെ അറിയാം. ഇത് സ്റ്റൺസ് കൈകാര്യം ചെയ്തിരിക്കുന്ന അത്യാവശ്യം വേറെ ലെവലിലുള്ള ടീമാണെന്നുള്ളത്, വേറെ ലീഗിലുള്ള സ്റ്റൺസാണ് മൂവിക്കകത്തുള്ളതെന്നുള്ളത്. അപ്പോൾ എന്തായാലും പീറ്റർ ഹെയ്ൻ്റെ സ്റ്റൺസ് കാണുക എന്നുള്ളത് തന്നെയായിരുന്നു മെയിൻ ഫോക്കസ്. അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ സ്കൂൾ ലൈഫും കുട്ടികളുമായിട്ടൊക്കെ ഉള്ള സംഭവം, അതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്കൂൾ ലൈഫൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ടല്ലേ. ഒട്ടും ബോറടിപ്പിച്ചില്ല. സാധാരണ ഇങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് കയ്യിൽ നിന്ന് പോകുന്നത്. പിന്നെ മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓഫ്സം. ദീപക് ദേവ് പുലിമടയാണ്, അപ്പോൾ അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. ആ ബീറ്റ്സൊക്കെ ഹെവിയാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുമ്പോൾ ഉള്ള ബീറ്റ്സൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതിനെ അങ്ങോട്ട് വീണ്ടും ആ സീൻസിനൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പാട്ട് ഉണ്ട്, പാട്ടുണ്ടായിരുന്നു, 2 പാട്ടുണ്ടായിരുന്നു. പിന്നെ ഡബ്സിയുടെ ഒരു സോങ് ഉണ്ട്, അത് അവസാനം, അതും നന്നായിട്ടുണ്ട്. പിന്നെ അത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസിലൊക്കെ ആ ഒരു ഇടിയൻ ചന്തു എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് നല്ല രസമായിരുന്നു. ഭയങ്കര സ്കോറായിരുന്നു അത്. സൗണ്ടിങ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ലോ ബഡ്ജറ്റ് മലയാളം മൂവി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യും അവർ. ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു വിട്ടുവീഴ്ചകളും എനിക്ക് ഫീൽ ചെയ്തില്ല. എസ്പെഷ്യലി കാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല കാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കഥാപാത്രങ്ങളൊക്കെ ശരിക്കും അങ്ങോട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതിലെടുത്തു പറയേണ്ടത് ലാലു അലക്സിൻ്റെ കഥാപാത്രം സൂപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് സിനിമയുടെ കൊച്ചു അപാകതകളെല്ലാം അതിലങ്ങ് ഡിമ്മായി പോകും. പിന്നെ ഫുക്രു അടിപൊളിയായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലുള്ള കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ സ്കൂള്, കോളേജ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആളിപ്പോഴും കൊച്ചു പയ്യനാണൊക്കെ ഇരിക്കുന്നത് അല്ലേ ഫുക്രുവേ. ഒരു സ്കൂൾ ഇതിനകത്ത് അവിടെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് സിനിമ കണക്റ്റ് ആവുന്നത്. അതായത്
ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന, ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആക്ടേഴ്സും, ഈ സ്റ്റുഡൻസ് ആയിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും പ്യുവർ സ്റ്റുഡൻസ് ആണ്. സ്കൂളിനകത്ത് അവർ പെരുമാറുന്നത് അത് അവരുടെ ഏജിൻ്റെ ഒരു ഇതായിരുന്നാലും അവരുടെ മേക്ക് ഓവർ ആയിരുന്നാലും ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പം എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടു, നല്ല തിയേറ്ററിൽ തന്നെ അത് കാണാനും പറ്റി. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഞാൻ IMDbയിൽ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യുന്നു. 8 മതി, 9 റേറ്റ് ചെയ്യുന്നു. മലയാള സിനിമയല്ലേ, മലയാള സിനിമ, ചെറിയ മലയാള സിനിമ നന്നായിട്ട് എടുത്തു വെക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നല്ല ഡയറക്ഷൻ, നല്ല സ്ക്രീൻ പ്ലേ, നല്ല സ്റ്റോറി ടെല്ലിങ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ല ഫൈറ്റ്സ്, എക്സ്ട്രീം ഫൈറ്റ്സ്. അവസാനത്തെ സീനൊക്കെ അങ്ങ് ഭയങ്കര എലിവേറ്റഡ് ആവും. സ്കൂളിലെ കൂട്ടത്തിലാണ്, പക്ഷേങ്കിലും അതിനൊരു റീസൺ ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സ്കൂൾ റിലേറ്റഡ് ആയിട്ട് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അത് അതിൻ്റെ സെക്കൻഡ് പാർട്ടും കൂടെ ഉള്ള രീതിയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടുതൽ സ്കൂളിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അതൊക്കെ കുറച്ചും കൂടെ ഒന്ന് അതിനകത്തോട്ട് ഇൻറ്റഗ്രേറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ എടുത്ത് ഇതിനകത്തോട്ട് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് ഒരു ലവ് സ്റ്റോറി ഇതെല്ലാം കൂടെ അങ്ങോട്ട് മർജ് ചെയ്തപ്പോഴത്തേക്ക് ഒരു രസമുണ്ടായിരുന്നു. നല്ലൊരു കുടുംബ ചിത്രം, ഫാമിലിയായിട്ട് കൊച്ചുകുട്ടികളെ സഹിതം കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കുഞ്ഞു സിനിമ. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഒരു ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടി ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അസാമാന്യമായിട്ടുള്ള ചില കഴിവുകളുണ്ടാവും. ഈ കുട്ടി അഭിനയിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒട്ടും നമുക്കത് അഭിനയിക്കുന്നതായിട്ട് തോന്നത്തില്ല. നല്ല കൃത്യമായിട്ട് ആ ഒരു ക്യാരക്ടറിന് ആ കുട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്പെഷ്യൽ സ്കില്ലായിട്ട് തോന്നി കണ്ടപ്പോഴത്തേക്ക്. അഭിനയിക്കാൻ എന്തോ ഒരു പ്രതിഭ ഉള്ള ഒരു കലാകാരൻ തന്നെയാണത്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.